നമസ്കാരം. മാസം 80 ലക്ഷം രൂപ വാടക നൽകി കേരള സർക്കാർ പോറ്റുന്ന ഹെലികോപ്റ്റർ എവിടെ? കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആലിൻ ഷിറിൻ എന്ന പിഞ്ചുകുഞ്ഞിന്റെ ഹൃദയവുമായി ജൈനീഷും ശരത്തും ആംബുലൻസിൽ മരണപ്പാച്ചിൽ നടത്തുമ്പോൾ ആകാശത്ത് എയർ ആംബുലൻസായി പറക്കേണ്ട ഹെലികോപ്റ്റർ എവിടെയായിരുന്നു? തീരദേശ നിരീക്ഷണത്തിനും VIP യാത്രകൾക്കുമൊപ്പം എയർ ആംബുലൻസ്, അവയവ കൈമാറ്റം എന്നിവയ്ക്കായി മാസം 15 മണിക്കൂർ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്നാണ് ചിപ്സൺ ഏവിയേഷനുമായിട്ടുള്ള കരാറിലുള്ളത്. അടിയന്തര സാഹചര്യങ്ങളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്താൻ DGPക്ക് അധികാരവുമുണ്ട്. എന്നിട്ടും 227 കിലോമീറ്റർ ദൂരം 3.25 മണിക്കൂർ എടുത്ത് റോഡ് മാർഗം താണ്ടേണ്ടി വന്നു. ഹെലികോപ്റ്റർ വാടകയെക്കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന് മൗനമാണ്. മന്ത്രിമാരും കുടുംബാംഗങ്ങളും എത്ര തവണ പറന്നുവെന്ന ചോദ്യത്തിനും മറുപടിയില്ല. എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത മറ്റൊന്നാണ്. അവയവങ്ങൾ കൊണ്ടുപോകാൻ 5 വർഷത്തിനിടെ വെറും 6 തവണ മാത്രമാണ് ഈ സേവനം ഉപയോഗിച്ചത്. സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് ഡ്രൈവർമാർ നെട്ടോട്ടം ഓടുമ്പോൾ ലക്ഷങ്ങൾ വാടക നൽകുന്ന ഹെലികോപ്റ്റർ ആർക്കു വേണ്ടിയാണ് വിശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നതിനിടയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ഹെലികോപ്റ്റർ വാടകയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന കണക്കുകളും പുറത്തുവരുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഒരേ ഇനം ഹെലികോപ്റ്ററുകൾക്ക് നൽകുന്ന വാടകയിൽ വലിയ പൊരുത്തക്കേടുകളാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് തന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. കേരളം ചിപ്സൺ ഏവിയേഷന്റെ 6 സീറ്റുള്ള ഹെലികോപ്റ്ററിന് 25 മണിക്കൂർ പറക്കാൻ പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകുമ്പോൾ സമാനമായ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഹെലികോപ്റ്ററിന് 20 മണിക്കൂർ പറക്കാൻ ബീഹാർ സർക്കാർ സ്യാന്തൻ ഏവിയേഷന് നൽകുന്നത് 1.06 കോടി രൂപയും നികുതിയുമാണ്. എന്നാൽ ഗുജറാത്തിലാകട്ടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹംസിൽ നിന്ന് 25 മണിക്കൂർ സേവനത്തിനായി പ്രതിമാസം 2.69 കോടി രൂപയാണ് ഈടാക്കുന്നത്. ഒരേ ഇനം ഹെലികോപ്റ്ററുകൾക്ക് ഓരോ സംസ്ഥാനത്തും ഇത്രയധികം വാടക വ്യത്യാസം വരുന്നത് കരാറുകളിലെ സുതാര്യതയെക്കുറിച്ചും മാനദണ്ഡങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വന്തമായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. വർഷം തോറും കോടിക്കണക്കിന് രൂപ വാടക ഇനത്തിൽ കമ്പനികൾക്ക് നൽകുന്നതിനേക്കാൾ ലാഭകരം സർക്കാർ സ്വന്തമായി ഒരെണ്ണം വാങ്ങുന്നതല്ലേ? ഖജനാവിൽ നിന്നും പണം ചോരുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ സുതാര്യമായ ഒരു നയം സർക്കാർ സ്വീകരിക്കാത്തത്? വാടക കരാറുകളിലെ ഈ അന്തർ സംസ്ഥാന വ്യത്യാസങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഭരണകൂടത്തിന്റെ നിസ്സംഗതയ്ക്കും ഖജനാവ് ചോർത്തലിനും പിന്നിലെ യാഥാർത്ഥ്യം പുറത്തുവരുമെന്നും ജേക്കബ് കെ ഫിലിപ്പ് പറയുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരള സർക്കാർ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററിന്റെ ഉപയോഗം, വാടക എന്നിവ വീണ്ടും വാർത്തയാകുമ്പോൾ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളെക്കുറിച്ചുള്ള ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഒരു മാസം 25 മണിക്കൂർ ഉപയോഗിക്കാൻ കേരളം ചിപ്സൺ ഏവിയേഷന്റെ 6 സീറ്റുള്ള എയർബസ് H135 ഹെലികോപ്റ്ററിന് 80 ലക്ഷം രൂപ GST ഉൾപ്പെടെ വാടക നൽകുമ്പോൾ 6 സീറ്റ് തന്നെയുള്ള ഒരു ഹെലികോപ്റ്റർ 20 മണിക്കൂർ പറത്തുന്നതിന് ബീഹാർ സർക്കാർ സ്യാന്തൻ ഏവിയേഷൻ എന്ന കമ്പനിക്ക് മാസം നൽകുന്നത് 1,06,80,000 രൂപയും നികുതിയുമാണ്. ഹെലികോപ്റ്റർ വിട്ടു നൽകുന്നതിന് മാസം 87 ലക്ഷം ഓരോ നിശ്ചിത തുകയും പറക്കുന്ന ഓരോ മണിക്കൂറിനും 99,000 രൂപ വീതവും. ഗുജറാത്ത് സർക്കാരിന് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹംസ് മാസം 25 മണിക്കൂർ എന്ന വ്യവസ്ഥയിൽ ഹെലികോപ്റ്റർ നൽകുന്നത് 2,69,50,000 രൂപയ്ക്കും. ഹെലികോപ്റ്റർ എത്ര സീറ്റുള്ളതാണെന്ന് വ്യക്തമല്ല. 8 സീറ്റ് ആകാനാണ് സാധ്യത. കേരളത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടിയ തുകയ്ക്കാണ് നിലവിൽ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സ്റ്റേറ്റുകൾക്ക് ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് ചിപ്സൺ ഏവിയേഷൻ തന്നെ പറയുന്നത്. ഹെലികോപ്റ്റർ വാടകയിൽ, അതും മിക്കപ്പോഴും ഒരേ ഇനം ഹെലികോപ്റ്റർ, ഇങ്ങനെ സംസ്ഥാനം തോറും ഇത്രയും വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ മാധ്യമങ്ങൾക്ക് ചെറിയൊരു സംസ്ഥാനാന്തര അന്വേഷണം തീർച്ചയായും നടത്താവുന്നതാണ്. മറ്റൊരു ചോദ്യം കൂടി. നിലവിൽ മഹാരാഷ്ട്രയ്ക്കും ഉത്തർപ്രദേശിനും ഗുജറാത്തിനും മധ്യപ്രദേശിനും ഹരിയാനയ്ക്കും സ്വന്തമായി വിമാനമുള്ളപ്പോൾ എന്തുകൊണ്ട് കേരളത്തിനും ഒരു പ്രൈവറ്റ് ജെറ്റോ ഹെലികോപ്റ്ററോ സ്വന്തമായി വാങ്ങിക്കൂടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.